ഇന്നലെ നടന്ന റിയൽ മാഡ്രിഡ് വേഴ്സസ് യുവന്റസ് മാച്ച്. റിയൽ മാഡ്രിഡിന്റെ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിലെ മൂന്നാമത്തെ മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിന്റെ അവലോകനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുത്തത്. മാച്ചിന്റെ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ യുവന്റസ് കളിച്ചെങ്കിലും പിന്നെ മൊത്തത്തിൽ ആ കളി വന്നത് റയലിന്റെ കയ്യിലായിരുന്നു. ഒന്നാമത് റയലിന്റെ ഹോം ഗ്രൗണ്ടാണ്, പിന്നെ സാബിന്റെ ടീമാണ്. ഓരോ കളി കൂടുന്തോറും ആ ടീം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളിയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കളിയിൽ റയലിന്റെ ഗോൾ കീപ്പർ മുതൽ അറ്റാക്കിംഗ് വരെ മികച്ചതായിട്ട് കളിച്ചുള്ളതാണ്. അതായത് ചില ചാൻസിലൊക്കെ ഓപ്പൺ ഗോൾ എന്നും പ്രതീക്ഷിച്ച ചാൻസിൽ കുർട്ടോസിന്റെ അതിമനോഹരമായ സേവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളിയിൽ ഒരു ക്ലീൻ ഷീറ്റ് റയലിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിന്റെ കാര്യത്താൽ അഡർ മിലിറ്റാവും അസെൻസോ കളി കണ്ടോൽക്കറിയാം, രണ്ട് അടിപൊളി ക്ലീൻ ടാക്കിളാണ്. അതായത് ഗോളാണ്. ആ ഓരോ യുവന്റസിന്റെ അറ്റാക്കും റയലിന്റെ ഗോളി മാത്രമല്ല, സമയത്ത് ആ ഷൂട്ട് എടുക്കുമ്പോൾ വന്ന ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ആ മൊമെന്റ് അതൊരു വല്ലാത്ത സീനാണ്. അപ്പോൾ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസ്, അതായത് റോളർ സെൻസേക്ക് ഒന്നാമത് ഒരുപാട് ചീത്തപ്പേരില്ലേന്, ഒരുപാട് ഫോള് വെറുതെ വെക്കണമെന്നില്ല, ചീത്തപ്പേരില്ലാണ്. അത് മാറിക്കിട്ടാൻ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം തീർച്ചയായും. അതുപോലെ തന്നെ എഡർ മിലിറ്റാവോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എപ്പോഴും അധികരൊക്കെ മികച്ച പെർഫോമൻസ് ചെയ്യാതെ എന്നാലും ഒരു വൺ ഓഫ് ദ ബെസ്റ്റ്. പിന്നെ റൈറ്റ് വിങ്ങിൽ പിന്നെ നമ്മളെ വാൽവർദെ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ആ വിങ്ങിൽ മൊത്തത്തിൽ ചെക്ക് ഉണ്ടാവും, പിന്നെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ലെഫ്റ്റ് ബാക്ക് കറേറസ് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പ്ലെയർ ആർദ ഗുളറാണ് ഇന്നലത്തെ കളിയിൽ MVP മാൻ ഓഫ് ദ മാച്ച് ആയത്. ആർദ ഗുളർ ഇന്നലത്തെ കളിയിൽ എന്താ വെച്ചാൽ, ഫോർവേഡിൽ അവിടെ ഉണ്ട്, മിഡിൽ അവിടെ ഉണ്ട്, ഡിഫൻസിൽ അവിടെ ഉണ്ട്. പല സമയത്തും ലെഫ്റ്റ് ബാക്ക് കറാറസ് കയറി പോയ സമയത്ത് അവിടെ ഡിഫൻസിന് വന്നത് ഗൂളറായിരുന്നു. എന്നിട്ട് ഗൂളർ അടിപൊളിയൊരു സീനായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ രസം. പിന്നെ ഡിഫൻസ് മിഡ് ഷെമനി 4-5 ഹെഡർ ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് സേവ് ചെയ്ത് പിന്നെ 2 പുറത്തേക്ക് പോയി. എന്നാലും ചെക്കൻ അത്യാവശ്യം കളിച്ചാണ്. പിന്നെ ബെല്ലിങ്ങാം ജൂഡീസ് ബാക്ക് എന്ന് പറയണം. കാരണം ഒരുപാട് കളി ഗോൾ എടുക്കാതെ അവസാനം ആ ഒരു വിനീഷ്യസ്, ആ ഗോള് കണ്ടാൽ നിങ്ങൾക്കറിയാം, അതായത് വിനീഷ്യസ് ആ ഷോട്ട് എടുക്കുന്നു, ബാറിൽ തട്ടി പന്ത് തിരിച്ചു വരുന്നു, അത് കറക്റ്റായിട്ട് അവിടെ സ്പോട്ട് ചെയ്യാനും ബെല്ലിങ്ങാം പറ്റിയെന്നുള്ളതാണ് ബെല്ലിങ്ങാമിന്റെ ക്വാളിറ്റി. കാരണം അവിടെ യുവന്റസിന്റെ ഒരു പ്ലേയേഴ്സിന്റെ ഉള്ളിൽ നിന്നാണ് ബെല്ലിങ്ങാം ഓടി പോയിട്ട് ആ പന്തെടുക്കുന്നത്. സോ ബെല്ലിങ്ങാം ഈസ് ബാക്ക്. അത് ആ ഗോൾ എന്തായാലും ആ പ്ലെയറിന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ. ഇനി അടുത്തത് എൽ ക്ലാസിക്കോ മാച്ചാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഇപ്പോൾ വയസ്സ് 6-0 6-1 ജയിക്കണുണ്ട് ഇവിടെ റയൽ 1-0 ജയിക്കാം. പിന്നെ വിനീഷ്യസ് നമുക്ക് വിനീഷ്യസിന്റെ കളി അത്ര കാണാത്ത എന്താ വെച്ചാൽ, വിനീഷ്യസ് ആ വിങ്ങക്ക് വലിഞ്ഞ് നിൽക്കുന്നുണ്ടാണ്. പക്ഷെ പല സമയത്തും അദ്ദേഹത്തിന്റെ നല്ല മൂവ്മെന്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിലൂടെയാണ് ആ സെക്കൻഡ് ഹാഫിൽ ആ ഗോള് പിറക്കുന്നതും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളി. പിന്നെ ബ്രാഹിം ഡിയാസ് കുറേ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് 11 ഒരു ചാൻസ് ഇട്ടാണ്. അത് നല്ല കാര്യമായിട്ട് തന്നെ ചെക്കും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അധികാരമൊക്കെ നമ്മളെ അർജന്റീനൻ ന്യൂ കിഡായ മസ്തന്തീനാണ് ഇവിടെ കളിക്കൽ. അപ്പോൾ ചെറുക്കാൻ ചാൻസ് ഇട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇന്നലത്തെ കളിയിൽ ആ ചാൻസ് ഇട്ടപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാണ്. ചത്തളിച്ചാണ്. ആ ലാസ്റ്റ് 80-ാം മിനിറ്റിലേറ്റാണ് സബ് ചെയ്യണത്. ആ ഒരു സമയത്ത് ആകെ ചത്തുകണ ഇറക്കുക, അത്രയും നല്ല കളിച്ചാണ്. പിന്നെ 2 ഷോട്ട് അടിച്ച് അത് ചിലരൊക്കെ സേവ് ആവും ചെയ്ത്. പിന്നെ എംബാപ്പന്റെ കാര്യത്തിൽ, എംബാപ്പ 8 കളിയിട്ട് തുടർച്ചയായിട്ട് ഗോൾ അടിച്ച് വരുന്നത്, ഇന്നലത്തെ കളി ഗോൾ അടിക്കാൻ പറ്റിയില്ല. എംബാപ്പന്റെ കളിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എംബാപ്പെ ഷോട്ട് അടിക്കുന്നുണ്ട്, എംബാപ്പെ ഫ്രീ സ്പേസ് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഷോട്ട് അടിക്കണ പല ഷോട്ടും ഓൺ ടാർഗറ്റ് ആകുന്നതിൽ പോലും പ്ലേസ്മെന്റ് വരുന്നില്ല. അത് വലിയ കുഴപ്പമായി തോന്നി. അതായത് ഷോട്ട് അടിക്കണൊക്കെ ഒരു കീപ്പറിന് നിയർ ബൈ ആണ്, അതായത് കൈകൊണ്ടോ കാലുകൊണ്ടോ എത്താവുന്ന ദൂരത്തേക്കാണ് അടിക്കുന്നത്. നല്ലൊരു പ്ലേസ്മെന്റ് എംബാപ്പന്റെ ഷൂട്ടിൽ വരുന്നില്ല. അതൊരു കുഴപ്പമാണ്. കാരണം ആ ഒരു കളിയിൽ എംബാപ്പയ്ക്ക് 4-5 നല്ല ചാൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറിന്, ഒന്നെങ്കിൽ ഗോൾ കീപ്പറിന്റെ ബോഡിക്ക്, അല്ലെങ്കിൽ ഗോൾ കീപ്പറിന് നിയർ ബൈ ആയിട്ട് ഉള്ള ഏരിയസിനാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം എംബാപ്പന്റെ ഭാഗത്ത് ഈ കളിയിൽ കാണാൻ കഴിഞ്ഞു. പിന്നെ കളിന്റെ മൊത്തത്തിലുള്ള സ്റ്റാറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 26 ഷോട്ടാണ് റിയൽ മാഡ്രിഡ് എടുത്തിട്ടുള്ളത്, 11 ഷോട്ടാണ് യുവന്റസ്. അതായത് യുവന്റസ് ആദ്യം ഒന്ന് കളിച്ചാൽ നോക്കി, കിട്ടിയില്ല. പിന്നെ റയൽ ഇങ്ങനെ കളി ഇങ്ങനെ കൊണ്ടുപോവുക. അതായത് ഫസ്റ്റ് കളി കണ്ടവർക്കൊക്കെ അറിയാം, യുവന്റസ് 3 സെൻട്രൽ ബാക്കും ഒരു റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് അങ്ങനെ 5 ബാക്സ് ആയിട്ടാണ് കളിച്ചത്. ഒരു ഡിഫൻസീവ് ലൈനാണ്. ഞാൻ നല്ല ഒരു പോസ്റ്റ് കൊണ്ടു യുവന്റസിന്റെ കോച്ച് പറഞ്ഞത്, റയലിനെ എന്തായാലും തോൽപ്പിച്ചുകൊണ്ട് പോവുക, 3 പോയിന്റ് കിട്ടിയ സമ്മിലായാൽ പോലും അത് തോൽവിക്ക് തുല്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, കിട്ടാനൊക്കെ കിട്ടിയല്ലേ, ഇനി പെയ്ക്കോളി, അത്രക്കുള്ളൂ പറയാനല്ലേ. തൊള്ള പൂട്ടിരിക്കുക, നേതാവണ്ണം സംസാരിക്കുക, മാന്യമായ രീതിയിലിരിക്കുക. ഓക്കെ, അപ്പോൾ മൂപ്പര് ഏതായാലും മൂജി ചില ചാൻസൊക്കെ കിട്ടി. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസും കീപ്പറും മാരക കളിയായിരുന്നു. മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും വന്നില്ല. കുർട്ടോസ് നല്ല സേവ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം. പിന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ ആണെങ്കിൽ റയൽ 26 ഷോട്ടിൽ നിന്ന് 9 ഓൺ ടാർഗറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, യുവന്റസിന് 6 എണ്ണം. പിന്നെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 66% പൊസിഷനും കളി റയലിന്റെ കയ്യിലാണ്, ബാക്കിയുള്ള 34% യുവന്റസ്. അതായത് കളിച്ചത് റയലാണെന്ന് വ്യക്തം.
പിന്നെ പാസ് നോക്കുമെങ്കിൽ 570 പാസ് റയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 267 പാസ്. അത് വ്യത്യാസം മനസ്സിലാവും. പാസ് അക്യൂറസി റയൽ 93, യുവന്റസ് 91. ഫോള് റയൽ 10 ഫോള്, യുവന്റസ് 17 ഫോള്. അതിന് യെല്ലോ കാർഡ് റയലിനാണ് കിട്ടിയത്, ഒരു യെല്ലോ കാർഡ് യുവന്റസിന് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഓഫ് സൈഡ് റയൽ 1 വട്ടം ഓഫ് സൈഡായി, യുവന്റസ് 2 വട്ടം ഓഫ് സൈഡായി. പിന്നെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 13 കോർണേഴ്സ് റയലിന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സമയം കോർണേഴ്സ് യുവന്റസിന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കോർണേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ വെച്ച് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു കോർണർ ഉണ്ട്, അതായത് ഗൂളറണ്ട് അടിക്കും, വാൽവർഡ് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്. നല്ല നമ്മൾ ബക്കാമ് കോർണർ എടുക്കും, കാർലോസ് വോളി എടുക്കില്ല, ആ ഒരു ടൈപ്പ് സാധനം. പക്ഷെ യുവന്റസിന്റെ ബാക്ക് അത് സേവ് ഉണ്ട്. അതിൽ ഒരു ബാക്ക് ഗട്ടിയോ പേജിച്ച് കറക്റ്റ് അറിയില്ല, ആ ഒരു പ്ലെയർ മാതിക കളിയായിരുന്നു. ഓലെ ബാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണിപ്പെട്ടിട്ടുണ്ട്. കാരണം റയൽ മാഡ്രിഡ് കുറെ ലോങ് ഷോട്ട് ഉണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞ സീസൺ നോക്കുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ആണ് റയലിന്റെ കളിയിൽ വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കളി കാണാതെ വർത്താനം പറയുന്നതാലും കളി കണ്ട് വർത്താനം പറയുന്ന ഡിഫറൻസ് ഉണ്ടാവും. കാരണം റയൽ കളിക്കുന്നുണ്ട്, പക്ഷെ എവിടെയൊക്കെ ഒരു ലാസ്റ്റ് തേർഡിൽ ഗോൾ എടുക്കുന്നതിൽ റയൽ പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ യുവന്റസിന്റെ ഗോൾ കീപ്പറും പുള്ളിക്കാരൻ പേരിച്ചറിയില്ല, ഒരു മാരക കളിയാണ്, ചമ്പ്രന്താടിക്ക് വെച്ചിട്ടാണ് സൂപ്പർ കളിയിരുന്നത് പുള്ളിക്കാരൻ. പിന്നെ ഞാൻ കളിയിൽ നോക്കിയപ്പോഴാണ് ഈൽഡിസ് ആണ് ഒരു ക്യാപ്റ്റൻ. അത് കണ്ടപ്പോൾ ഞാൻ സത്യം വിളിച്ച് നമ്മളിപ്പോൾ ഈ ചെൽസിയിൽ എൻസോ ഫെർണാണ്ടസിനെ ക്യാപ്റ്റൻ ആക്കിയാൽ മതി വെച്ച് തോന്നി. അതായത് വേറെ ആരും ആ ടീമിൽ ക്യാപ്റ്റൻ ആവാനില്ലേ എന്നൊരു തോന്നൽ സത്യം പറഞ്ഞപ്പോൾ വന്ന്. ഈൽഡിസ് യുവന്റസിന്റെ ക്യാപ്റ്റൻ. ചെങ്ങൈക്ക് ഇപ്പോൾ എത്ര വയസ്സ്? ഗൂളറിന്റെ സെയിം ഏജാ തോന്നുന്നുണ്ട്. റയലിൽ ഇപ്പോൾ വാൽവർദ്ധക്ക് ഇപ്പോൾ ഏകദേശം 26 വയസ്സ്. ഈൽഡിസിന് എത്ര 22? ആളില്ലാത്തതുകൊണ്ടേക്കാരം, ആ ടീമിൽ അത്ര എക്സ്പീരിയൻസിൽ വേറെ പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ടേക്കാണ്. പക്ഷെ എൽഡിസിന്റെ ഭാഗത്തുനിന്ന് ചെറുക്കും കളിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ക്യാപ്റ്റൻസി ആ ഏജ് എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ടേക്കാരം ഒന്നും പാടി ആ പ്ലെയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് തോന്നി. ഞാൻ ഏതായാലും അടുത്ത കളി വരുന്നത് എൽ ക്ലാസിക്കോ ആണ്, റിയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ. എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു ഇത്. കാരണം കഴിഞ്ഞ സീസൺ എല്ലാ എൽ ക്ലാസിക്കോ, അതായത് 2 ലാലിഗ എൽ ക്ലാസിക്കോ, കോപ്പ ഡെൽ ഫൈനൽ, സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനൽ, 4 എൽ ക്ലാസിക്കോയിലും ജയിച്ചത് ഇതാണ് ബാഴ്സയാണ്. ഫസ്റ്റത്തെ കളി 4-0, പിന്നെ 4-1, പിന്നെ അത്ര 3-2 കോപ്പ ഡെൽ തോൽക്കണം. അതിനുശേഷം 4-3 തോൽക്കണം. ഇനി ഈ സീസണിൽ ഒന്നാമത് റയൽ ഇതുവരെ കളിക്ക് ജയിച്ചു പോകുന്നുണ്ട്. ഇനിയാണ് എൽ ക്ലാസിക്കോ. അപ്പോൾ ഈ വരുന്ന എൽ ക്ലാസിക്കോയിൽ ആദ്യം ജയിക്കുമെന്ന് താഴത്ത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി, അതുപോലെ തന്നെ ഫുട്ബോൾ ഇൻഫർമേഷൻ കാര്യങ്ങൾക്കായി നമ്മുടെ പേജ് പറ്റുന്നതെല്ലാവരും ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക. താങ്ക്